ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 2 ടൂറാണ് ഇൻ മലേഷ്യ. രാവിലെ 8 മണി കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അതിവിടെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി കഴിക്കണം. നമ്മൾ കോംപ്ലിമെൻ്ററി പാക്കേജിലുള്ളതാണ്. കുറേ ആൾക്കാരൊക്കെ രാവിലെ എനിക്ക് എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. സോ നമ്മളിനി താഴോട്ട് പോട്ടെ. അത് കഴിഞ്ഞ് വന്ന് റെഡിയായി 10 o'clock ആകുമ്പോഴത്തേക്കും ഡ്രൈവർ വരും. നമുക്ക് എവിടേക്കോ ഇന്ന് വിസിറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രെഡ് ബട്ടർ, പിന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കായാന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോസേജസ്, കട്ട് ഫ്രൂട്ട്സ്, ബോയിൽഡ് എഗ്സ്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ എടുത്തത്. പിന്നെ വാട്ടർമെലൺ ജ്യൂസ്. ഇവിടെ പൂരി ഭാജി ഉണ്ടായിരുന്നു, അത് നമുക്കിത് കഴിക്കാം. ഡേ നമ്പർ 2. ഓക്കെ, ലെറ്റ്സ് ഗോ. പോലാം. മുരുകൻ വെരി ഫേമസ്. സോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബട്ടു കേവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബട്ടു കേവ്സ് ഇസ് ലൈക്ക് എ കേവ്, ലൈംസ്റ്റോൺ കേവ്സ്. അപ്പോൾ അവിടെ കൂടുതലും ഹിന്ദു ടെമ്പിൾസ് ആണുള്ളത്. ദാറ്റ് ഈസ് ലൈക്ക് ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. മെയിനായിട്ട് ഇറ്റ്സ് ലൈക്ക് ഡിവോട്ടഡ് ടു ലോർഡ് മുരുകൻ ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. സോ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഹനുമാൻ നല്ല ഹൈറ്റ് ഉണ്ട്. എത്ര അടിയാണോ? ഓ, ഇത് എന്താ ഒരു ടിക്കറ്റിന് 10 ringgit. There is something we need to. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞില്ലേ? എന്ത് കഥയാ? രാമായണം. ഓ, ഇതിനകത്ത് എന്തോ സംഭവം ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് കേസനിയൻ രാമായണ. ഓ, ഇത് രാമായണത്തിൻ്റെ സ്റ്റോറീസ് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ, വാൽമീകി സംസ്കൃത് പോയിന്റ് റൈറ്റിംഗ് ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് രാമ. ഇതാണ്, ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോറി. Rama is born. Twins Lakshmana and Shatrughan are born. After the Queen Kaikeyi Bharatan is born. Vedas പഠിക്കുന്നു, ആർട്ട് ഓഫ് ആർക്കിറി പഠിക്കുന്നു. രാമായണത്തിന്റെ ഫുൾ സ്റ്റോറി അവരിങ്ങനെ പോർട്രേ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, ലൈക്ക് ഇതൊരു കേവ് പോലെയാണ്. ഇതിനുള്ളിലോട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻട്രി, അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഫുൾ വ്യൂ ആണ്. നമുക്കിവിടെ എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. കല്യാണം, സീതാ കല്യാണം. സീത കല്യാണം, ലക്ഷ്മണ റിവർ ക്രോസ് ചെയ്യുന്നു.
സോ ഫുൾ സ്റ്റോറി ഈസ് ആക്ച്വലി ഇന്റർപ്രിറ്റഡ് ഇൻ ദിസ് വേ. ബ്യൂട്ടിഫുൾ ആണ്. അതിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തിയ ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അതുകൊണ്ടാവും ലൈക്ക് ദിസ് ഈസ് വൺ ഓഫ് ഫേമസ് വെരി ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇൻ മലേഷ്യ. Kumbhakarna. Attempting to wake up Kumbhakarna, the brother of Ravana, from sleep to wage war against Rama. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്, ആനയെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഉള്ളിലോട്ട് എന്തോ സംഭവമുണ്ട്. ഗാലക്സിയോ കാണാമോ? സംതിങ് അതിനകത്തെന്തോ ഉണ്ട്, കയറി. So nice experience, guys. Rama, Lakshman and Hanuman lead their forces to the final battle with Ravana. സെറ്റപ്പാണ് ഗൈസ്. സീതൻ്റെ രാമൻ്റെയും സ്റ്റോറീസ് ആയിരുന്നു ഫുള്ള് പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രക്ചേഴ്സ് പോലെ. എനിക്ക് സ്റ്റോറി ഫുള്ളൊന്നും അറിയത്തില്ലായിരുന്നു. അത് കണ്ടപ്പോൾ വർഷങ്ങൾ മനസ്സിലായി. പിന്നെ ഈ കേവിൽ ഫുള്ള് ഒരു കേവിനുള്ളിലോട്ടാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡിഫറെൻറ്റ്, ഇത് ദേവലോകം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീൽ. അയ്യോ, അടുത്തോട്ട് വരും. കുഞ്ഞി കുറഞ്ഞ നമ്മൾ പ്രാർത്ഥിച്ചു ഗൈസ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നു. ഹനുമാൻ ക്ഷേത്രം ആയതുകൊണ്ടാണ് തോന്നുന്നു ഫുൾ കുരങ്ങന്മാരാ ഇവിടെ. നല്ല ഭംഗിയുണ്ട്. അമ്മയും അച്ഛനും കുട്ടികളും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ടൂറിസ്റ്റ് നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഭക്തി മാർഗത്തിലാണ് അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് അത് വേറൊരു വൈബ്. മലേഷ്യയിൽ വന്നിട്ട് ടെമ്പിൾസിലാണ്. സത്യം, മലേഷ്യയിൽ വന്നിട്ട് ടെമ്പിളിൽ പറയും. ഇത് കുക്കുന്റെ പൂർവികന്മാരാണ്. ഹായ് പൂർവിക. ഹായ്, ഹൗ ആർ യു? നോക്കൊന്നും കൂടി ഇല്ല. അത് നല്ല അത്ര മൈൻഡില്ല. എത്ര വയസ്സുണ്ട്? ക്ഷേത്രം മുരുകൻ ടെമ്പിൾ എന്നാ പറഞ്ഞത്. ആക്ച്വലി അങ്ങ് മേളിൽ കയറി പോകണം. അത് നമ്മൾ പോകാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളിടത്തും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം. Yes, we are just in the Batikals. There's our Murugan. അടിപൊളി. ഫുള്ള് ഭയങ്കര വെയില്. പ്രാവുണ്ട്. ക്ഷേത്രമാണ്. അതിലത്രയും പകുതി പേര് നമുക്ക് അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കയറാനുള്ള ടൈമില്ല. നമുക്കിതാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു
പറഞ്ഞൊന്നുമില്ല, നമുക്ക് കെട്ടി തന്നെ നമ്മൾ കെട്ടി. ലക്ഷ്യമാക്കി വെച്ച കൊള്ളാവോ? ഇനി ഒരു പണിയുണ്ട്. ഇട് സേഫാ, കുടിക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന നല്ല മധുരം. So guys, നമ്മള് ബട്ടു കേവ്സാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. So guys, we are just going to the next destination. 1 minute. അടുത്തന്നെ Genting Highlight. Okay, let's go. Welcome to Genting Island. സോ ജെൻറ്റിങ് ഹൈലൻഡ്സ് ഈസ് അവർ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ടുഡേ. ഒരു വലിയൊരു ഏരിയ ആണ്. നമുക്ക് ഇവിടെ എന്തോ കേബിൾ കാറിന്റെ ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് അതിൽ കയറി ഇറ്റ്സ് ലൈക്ക് സംതിങ് ഓൺ ദ ടോപ്പ്. ഔട്ട്ലെറ്റ്സ് ഉണ്ട്, മോൾസ് പോലെ ലൈഫ് സ്റ്റൈൽ മോൾസ്, പിന്നെ സ്കൈ അവന്യൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, പിന്നെ ചിങ്സ്വി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്, എന്തോ ബുദ്ധ സ്റ്റാച്യൂസ് ഒക്കെയാണ് അവിടെ എന്നാ പറഞ്ഞത്. സോ അത് നമ്മുടെ ഇറ്റ്നറിയിലുള്ളതാണ്. അവിടെ പോകണം. സോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. സോ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. പ്ലേസസ് ഹിയർ ഇൻസൈഡ്. അപ്പോൾ ഇതിനുള്ളിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഫുഡും കഴിക്കണം. ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് കയറണം കേട്ടോ. ഇറ്റ് സീംസ് ലൈക്ക് ആൻ എയർപോർട്ട്. We just came to that cable car room. ഇവിടെ എന്തൊക്കെയോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് വാങ്ങിച്ചാൽ കുറച്ച് ചോറ്, കിങ് ഫിഷിൻ്റെ ഒരു പീസ്, തന്തൂരി ചിക്കൻ. ബില്ല് 40 റിങ്കറ്റ്. ഈ ചേട്ടൻ റേറ്റ് ചോദിക്കാതെ നാട്ടിലൊരു 800 റുപ്പീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റ് സാധനം. ദൈവമേ, നമുക്ക് വേറെ വഴിയില്ല. കാരണം വേറെ ഷോപ്സ് ഒക്കെ എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയോ ഫുഡാണ്. ഇവിടെ ഇപ്പൊ കുറച്ച് ഇന്ത്യൻ ടച്ച് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറിയത്. ഇതാണ് ഷോപ്പ്. നമ്മൾ കേബിൾ കാർസിൽ കയറാൻ പോവാണ്. എനിക്ക് നമ്മൾ മറ്റേ ജഡായു സെൻറ്ററിൽ പോയപ്പോൾ കേബിൾ കാർ കയറിയിരുന്ന ഞങ്ങൾ ആണ് കേബിൾ കാർ. ഇത് അത്ര പേടിക്കാനൊന്നുമില്ല. ഇത് ജസ്റ്റ് സിമ്പിൾ. സംഭവം ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ഹൈറ്റ് നല്ല പേടിയുള്ളവരാണ്. ഞാൻ ആക്ച്വലി ജഡായു എർത്ത് സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്കും കേബിൾ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ലൈക്ക് ഹൈറ്റിലല്ലായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. മാത്രമല്ല ഇറ്റ്സ് ലൈക്ക് എ വെരി ബിഗ് വൺ. ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യും. നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ മൂടൽമഞ്ഞും ചെവിയൊക്കെ അടയാൻ തുടങ്ങി. ഒരു ഫ്ലൈറ്റിൽ കയറിയ അതേ പ്രതീതി. പേടിയാവുന്നത് എനിക്ക് ചെവി അടയുന്നു. ഞാൻ വിചാരിച്ചാൽ മറ്റേ ജഡായു സെൻറ്ററിൽ പോയതിൻ്റെ അത്രേ കാണുള്ളൂ. നല്ല ഹൈറ്റിൽ പോയി. ആകാശമാണ് എന്തോ വെച്ചിട്ടായിരുന്നു. ചെവിയെല്ലാം അടഞ്ഞടഞ്ഞ്. ഇവിടെ എത്തി
സോ ഫൈനലി വി റീച്ച്ഡ് ഗൈസ്. നമ്മൾ അവിടെ നിന്ന് കയറുന്ന ടൈമിൽ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് അവരിവിടെ ഇങ്ങനെ ആക്കിയിട്ട് തരുന്നുണ്ട്. നമ്മളെന്തോ 100 റിങ്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ബൈ ദിസ് വൺ. ആക്ച്വലി കേബിൾ കാറിന് നമ്മൾ കയറിയപ്പോൾ 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഫസ്റ്റ് സ്റ്റോപ്പ് വാസ് ചിങ്സ്വി ടെമ്പിൾ. നമ്മൾ സെക്കൻഡ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇത് സ്കൈ അവന്യൂ, ആ തീം പാർക്ക്, മോൾസ്, ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇതിനുള്ളിൽ ഇറ്റ്സ് ലൈക്ക് എ തീം പാർക്ക്, പ്ലേ ഏരിയ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി ഈ ഒരു ഏരിയ. ലൈക്ക് ലൈഫ് സ്റ്റൈൽ മോള് പോലെ തന്നെ ഒരുപാട് നമ്മൾ നോർമലി മോൾസിൽ പോകുമ്പോൾ ഉള്ള സംഭവങ്ങളും ഷോപ്സും ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഡുവോ ബേർഡ്സ് നെസ്റ്റ് ഡ്രിങ്ക്. There's a large place to explore over there. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കണ്ടു. പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എല്ലാം നമുക്ക് കാണാൻ പറ്റില്ല ബിക്കോസ് ടൈം അത്രയ്ക്കും ഇല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ള ഒരു സ്റ്റോപ്പും കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ചിങ്സ്വി ടെമ്പിൾ ഉള്ളത്. ഓടിക്കോ, ടൈം കുറവാണ് തോന്നുന്നു. എങ്ങനെ ടെമ്പിളിൽ പോകാൻ നമ്മളൊരു ടാക്സിയിൽ കയറി. ടെമ്പിൾ അവിടെ ഫ്രീ സർവീസ് ഉണ്ട് നമുക്ക് അവിടെ പോകാനായിട്ട്. പക്ഷെ അതൊരു വാനാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പോകുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും, ടൈം എടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് നമ്മളൊരു വണ്ടിയിൽ പോവാണ്. ഇവിടുന്ന് 5 മിനിറ്റ്സേ ഉള്ളൂ അങ്ങോട്ടത്തേക്ക്. പക്ഷേ 25 റിങ്കറ്റ് കൊടുക്കണം. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പുള്ളിയുടെ 40 സംസാരിച്ചിട്ട് ഇപ്പോൾ 40 റിങ്കറ്റിന് അങ്ങോട്ടും റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി പ്രൈവറ്റ് ടാക്സീസ് പോലെ അവിടെ തന്നെ ആ ഒരു ഏരിയയിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ മെയിൻ ഈ വാൻ അതൊരു പബ്ലിക് സർവീസ് പോലെ. പക്ഷെ അത് ആക്ച്വലി 30 മിനിറ്റ്സിന് മേളിലെടുക്കും. കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ കൊണ്ടുപോകാൻ. നമുക്ക് ടൈം കുറവായതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തത്. ബട്ട് ആള് നല്ലതായിരുന്നു, നമുക്ക് പെട്ടെന്ന് എത്തി. മേളിലൊക്കെ പോകണമെങ്കിൽ 30 മിനിറ്റ് എടുക്കും. ഗൈസ്, ഇത് ചിങ്സ്വി ടെമ്പിൾ 9 ഡ്രാഗൺ വാൾ അത്ര. എന്തൊക്കെയോ ഇന്നലെ നമ്മൾ കണ്ട കുറേ ബുദ്ധൻ്റെ കൈ നോക്കണേ. പുള്ളിക്കാരിയുടെ അഭ്യാസങ്ങൾ കണ്ടിട്ട് സൂപ്പറാണ്. ഈ പെരുത്ത് ഇപ്പോൾ 2398 മുടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ മലേഷ്യയിൽ. നിനക്കൊരു വിഷം ഉണ്ടെങ്കിൽ അടിച്ചോ. വിഷ് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് മഞ്ഞ ഡോറൊക്കെ താനെ അടയും കേട്ടോ. 4 hours. 4 hours. India, Malaysia 4 hours. You stay there, Kuala Lumpur, yeah. Okay, Bintang. Yeah, M Palace Hotel. The map of attractions, 10 chambers of hell. ഇതെല്ലാം നമ്മൾ കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സ്കാൻ ചെയ്ത് തിരിച്ചു പോകണം. ടൈം ഫോർ ഷോപ്പിംഗ്. എന്തൊക്കെയോ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്.
ചിലപ്പം മുടിഞ്ഞ വിലയായിരിക്കും, നമ്മൾ വാങ്ങൂലൊന്നും. അതെ, ടോമി ഹിൽഫിഗറിൻ്റെ വാച്ച് അതിൽ കിടക്കുന്നു. ഇവിടെ ഫുൾ ലൈക്ക് ബ്രാൻഡഡ് പ്രീമിയം ഔട്ട്ലെറ്റ്സ് ആണ്. എല്ലാത്തിനും നല്ല എക്സ്പെൻസും ഉണ്ട്. പിന്നെ ഇപ്പം എന്തോ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഷോപ്സിലൊക്കെ കയറി, ഒരുപാടുണ്ട്. ലൈക്ക് ഇവിടെ തന്നെ ഒരുപാട് ഫ്ലോർ ഉണ്ട്. സോ നമ്മൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇറ്റ്സ് നൈസ്. ഇതെന്തോ ഒരു ചെടിയാണ്, എന്ത് നാച്ചുറൽ ഷാംപൂ എന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിൽ നിന്ന് ഒരു സോപ്പ് ടെക്സ്ചറിൽ, ഒരു ഷാംപൂ ടെക്സ്ചറിൽ ഒരു ലിക്വിഡ് വരും. ഈ ഔട്ട്ലെറ്റിൽ കുറച്ച് നാളായിട്ട് ഞാൻ കയറണം എന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഇവിടെ കണ്ടപ്പോൾ കയറി. നല്ല റേറ്റ് ഉണ്ട്. കയറിയ സ്പീഡിന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഒരു കഫേ കണ്ടു. എന്നാൽ പിന്നെ ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്ക്സ് ആൻഡ് പാസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പേസ്ട്രി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് പർച്ചേസ് ചെയ്തു. പിന്നെ കുറച്ച് കുക്കീസും വാങ്ങി. ഷോപ്പിംഗ് ഡൺ. Money finish. ഡേ 2 ഡെസ്റ്റിനേഷൻസ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്ക് ടു അവർ ഹോട്ടൽ റൂം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി വിശേഷങ്ങളെല്ലാം എനിക്ക് ഹോട്ടലിൽ പോയിട്ട്. ഈവനിങ് വ്യൂ ആണ് ഗൈസ്. ഗൈസ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് സൂപ്പറാണ്. അപ്പോൾ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെ ലൈക്ക് കുറേ ഷോപ്സ് ഉണ്ട്. എല്ലാം ഒരു 8 o'clock 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. അങ്ങനത്തെ സ്ട്രീറ്റ് ഷോപ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നല്ലതായിരിക്കും ചിലപ്പം. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിലും മേ ബി കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ബാൻഡ് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കാരണം കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. ആൻഡ് ദെൻ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ പോയി. ആൻഡ് ദെൻ വി ഹാഡ് ഡിന്നർ. ദ ഫുഡ് വാസ് സോ ഗുഡ്. നല്ല ഫുഡെല്ലാം കഴിച്ചു. ആൻഡ് ദെൻ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടുമോറോ ഈസ് ദ ഫൈനൽ ഡേ 3 വ്ളോഗ്. ആൻഡ് കുറേ പ്ലേസസ് ഉണ്ട് നാളെ വിസിറ്റ് ചെയ്യാൻ. ആൻഡ് ദെൻ വി വിൽ ബി ബാക്ക് ടു ഇന്ത്യ. ആൻഡ് കീപ് ഓൺ വാച്ചിങ് ഫോർ മോർ വീഡിയോസ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഇതുവരേക്കും ബൈ.